വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ സത്യൻ മുളയങ്കുടത്ത്. ഒരു സുഹൃത്ത് ഞാൻ കളടുന്ന് കണ്ടിട്ട് എന്തിനാണ് ഇങ്ങനെ കളം വരച്ചിട്ട് അതിൻ്റെ മീതെ ഇല വെച്ചിട്ട് അരി വയ്ക്കണോ, നെല്ല് വയ്ക്കണോ, നാളികരം വയ്ക്കണോ, പുഷ്പടണോ, അത് എന്തിനാണ് അങ്ങനെ ചെയ്യണത് എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ആ അറിവിനെ കളിയൊക്കെയല്ല, അദ്ദേഹത്തിൻ്റെ അറിവില്ലായ്മയ്ക്ക് അല്ലെങ്കിൽ അറിയാൻ വേണ്ടി അദ്ദേഹം കാര്യം ചോദിച്ചുകൊണ്ട് വളരെ സന്തോഷമുള്ളൂ. ഇതുപോലെ അറിയാത്തവർ ഒരുപാടുണ്ടായിരിക്കും. അപ്പം ഇത് കാണുന്ന എല്ലാവർക്കും ഈ അറിവ് ഒരു പാഠമാകും. അല്ലാത്തവർക്ക് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. നമ്മൾ ഒരു കളം ഇടുമ്പോൾ ഒരു കർമ്മം ചെയ്യുമ്പോൾ, അപ്പം ഞാനത് ചെയ്യുന്നത് ഒന്നാലെ സുദർശന ഹോമമായിരിക്കും, അല്ലെങ്കിൽ പ്രത്യങ്കരായിരിക്കും, അല്ലെങ്കിൽ ഗണപതി ആയിരിക്കും, അല്ലെങ്കിൽ തൃഷ്ടുപ്പോ, അല്ലെങ്കിൽ മറ്റെന്തോ ആവട്ടെ, അല്ലെങ്കിൽ ഭദ്രകാളിയോ ശൂലിനിയോ എന്തോ കർമ്മമാണ് ഞാൻ ചെയ്യുന്നത്, ഹോമം ചെയ്യണം വിചാരിക്കുക. അപ്പോൾ ആ കർമ്മങ്ങൾക്കൊക്കെ ഭദ്രകാളിയിൽ 16 64 അല്ലാതെ മറ്റേതൊരു കർമ്മത്തിനായാലും ശരിയൊക്കെ വൃത്തത്തിലുള്ളതാണ്. വട്ടത്തിലുള്ള കളാണ് ഉപയോഗിക്കുക. അതിൽ ഷഡ്കോണ്, അഷ്ടതളം, അങ്ങനെ ദളങ്ങൾ കയറി പോവും, വീതിവൃത്തങ്ങൾ. അപ്പോൾ 8 ദളം അല്ലെങ്കിൽ 16 ദളം, അങ്ങനെ അത് പ്രത്യങ്കരിക്കായാലും ശരി. അപ്പോൾ ശൂലിനിക്കാണെങ്കിൽ 8 ഉണ്ടായുള്ളൂ, 8 ദളം ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ഇപ്പോൾ ശൂലിനി ചെയ്യുന്നതിൽ ചിലപ്പോൾ ഭദ്രകാളിക്ക് ചെയ്യാൻ പറ്റില്ല, ഭദ്രകാളിയുടെ തന്നെ ചിലപ്പോൾ പ്രത്യങ്കരിക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കുറേ മാറ്റങ്ങളുണ്ട്. അപ്പോൾ ഈ വട്ടത്തിലുള്ള കളറിട്ടിട്ട് അതിനെ കർമ്മം ചെയ്യുന്നതിന് പകരമായിട്ട് എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു സംവിധാനമാണ് സ്വസ്തിക്ക് ഇട്ടിട്ട് കർമ്മം ചെയ്യുക. അപ്പോൾ സാധാരണ ഗണപതി ഹോമത്തിന്, ഗണപതിക്ക് അല്ലെങ്കിൽ മൃത്യുഞ്ജയത്തിന് ഏതാണെങ്കിൽ സ്വസ്തിക്ക് ഇട്ടിട്ട് തന്നെ ചെയ്യാറുണ്ട്. അവർക്ക് ഗണപതിക്ക് കളങ്ങൾ എല്ലാവർക്കും ഉണ്ട്, വട്ടത്തിലുള്ള കളങ്ങളുണ്ട്. അപ്പം ഇത് എളുപ്പമാർഗ്ഗമാണ്. സ്വസ്തിക്ക് ഇട്ടിട്ട് എത്രയും പെട്ടെന്ന് കർമ്മം ചെയ്തിട്ട് അവസാനിപ്പിച്ച ആൾക്ക് വീട്ടിൽ പോകാം. അല്ല ഈ കളങ്ങളൊക്കെ ഇടാൻ നിൽക്കുകയാണെങ്കിൽ പറഞ്ഞാൽ ഒരു നേരത്തെ അല്ലെങ്കിൽ ഒരു അരനേരത്തെ പണിയാണ് പോവുക. അതിന് 1-2 ആളും വേണം സഹായിക്കാനായിട്ട്. അതിന് കളർ പൊടിയൊക്കെ ഇട്ട് വരുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരിക്കും. പക്ഷെ അതേ ഇതിലുള്ള മൂർത്തികൾ തന്നെയാണ് സ്വസ്തിക്ക് കളർ ഇട്ടിട്ട് ആ സ്വസ്തിയിലേക്ക് ആവാഹിച്ചിട്ട് കർമ്മം ചെയ്യുന്നത്. ഇതേ ഫലം തന്നെ ഇതിനുണ്ടാവുക. ഇതിനാകുമ്പോൾ ഇപ്പുറത്ത് വലിയ കളറിട്ട്, ഇപ്പോൾ അഷ്ടകോണിട്ടു, അതിൻ്റെ മീതെ വൃത്തം വരച്ചു, പിന്നെ അഷ്ടതളത്തിന് ഉള്ളത്, പിന്നെ അതിൻ്റെ ഇരട്ടിയുള്ള തളത്തിനുള്ളത്, പിന്നെ വീതി വൃത്തങ്ങൾ അങ്ങനെ വരച്ച് അതിനൊക്കെ കളർ കൊടുക്കുമ്പോൾ സമയം വരും. അപ്പം ഇതിൽ ഒരു സ്വസ്തിക്ക് ഇട്ടൊരു 1.5 അടി അല്ലെങ്കിൽ ഒരു 1.5 അടി സ്ക്വയറിൽ സ്വസ്തിക്ക് ഇട്ടിട്ട് അതിൽ ദർഭ കൊണ്ട് 2 തല, 4 കട ഇതൊക്കെ കിഴക്കോട്ട് തിരിച്ചു വെച്ചിട്ട് അതിലൊരു വസ്ത്രം എന്താണ് വെച്ച് വെക്കുക. അത് വെച്ചതിന് ശേഷം, വസ്ത്രം എന്ന് പറയുമ്പോൾ അലക്കിയിട്ടുള്ള മുണ്ട്, അല്ലെങ്കിൽ അതിൽ വെച്ചെങ്കിൽ തോർത്തോ പുതിയത് പുത്തനായിരിക്കണം, അല്ലെങ്കിൽ അത് കഴുകിയിട്ട് ഉള്ളത്. എന്നിട്ട് അതിൻ്റെ ഒരു നാക്കൽ വെച്ചിട്ട് അതിൽ അത്യാവശ്യം ഒരു നാഴിയോ അങ്ങനെ നെല്ലിടുക. എന്നിട്ട് അതിൻ്റെ മീതൊരു വാഴയില വെച്ചിട്ട് വീണ്ടും നാഴിയോ അല്ലെങ്കിൽ നാവൂരിയോ അല്ലെങ്കിൽ ഉരിയോ അരിയിട്ടിട്ട് അത് പരത്തി അതിൻ്റെ മീതൊരു നാളികേരം വെക്കുക. അപ്പോൾ ആ ദേവി കർമ്മം ചെയ്യുമ്പോൾ ഏത് ദേവിക്കുള്ള കർമ്മമാണ് നമ്മൾ ചെയ്യണമെന്ന് വെച്ചെങ്കിൽ ആ ദേവിക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടമാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ആ ഇരിപ്പിടത്തുമ്പിലാണ് നാളികേരത്തിന് മീതെ നമ്മൾ മന്ത്രങ്ങളൊക്കെ ജപിച്ചിട്ട് ആളിനെ സാന്നിധ്യപ്പെടുത്തുന്നത്. ആ സാന്നിധ്യപ്പെടുത്തിയിട്ട് പിന്നെ പഞ്ചാർച്ചന പൂജ ചെയ്ത് നിവേദിക്കുക. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന ആള്, ആ ദേവൻ ഇവിടെ സാന്നിധ്യമായിട്ടുണ്ട്. അപ്പം അതൊരു കളം വരച്ചിട്ടാണെങ്കിൽ ഒരു ഉച്ച വരൊക്കെ വരുന്ന കളം വരച്ചു, പൊടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുമ്പോഴൊക്കെ തെറ്റിപ്പോയി വീണ്ടും അത് ശരിയാക്കി, അല്ലെങ്കിൽ ഈ പൊടി അതൊന്ന് വരച്ചാൽ മഞ്ഞപ്പൊടി അല്ലെങ്കിൽ ചുവപ്പ് പൊടി കറുപ്പ് കയറി, അപ്പോൾ ഒക്കെ ക്ലിയറാക്കി വരുമ്പോൾ സമയം പിടിക്കും. അപ്പം ഇത് സ്വസ്തിക്ക് ഇടുക. ഏതോ മൂർത്തിനെ ചെയ്യേണ്ടത്, മൃത്യുഞ്ജയം ചെയ്യണോ, ഗണപതി ചെയ്യണോ, സുദർശനം ചെയ്യണോ, പ്രത്യങ്കര ചെയ്യണോ, തൃഷ്ടുപ്പ് ചെയ്യണോ, അതല്ല വേറെ ഏത് കർമ്മങ്ങളാണ് ചെയ്യണം, അഘോര ചെയ്യേണ്ടത്, എല്ലാം ഈ സ്വസ്തിക്ക് ഇട്ടിട്ട് തന്നെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഏതാ മൂർത്തി വെച്ചാൽ അതിൻ്റെ പ്രത്യേകിച്ചുള്ള മന്ത്രങ്ങളും അതേപോലെ തന്നെ ഋഷി, ഛന്ദസ്, ദേവത ഇതൊക്കെ ചെല്ലുക. ആ പീഠപൂജയൊക്കെ നടത്തി ആ മൂർത്തിനെ ആവാഹിക്കുമ്പോൾ ആ ദേവി അല്ലെങ്കിൽ ദേവൻ ഈ കളത്തിൽ സാന്നിധ്യമായിരിക്കും. എന്നാൽ ഈ കളം വെച്ചിട്ട് സ്വസ്തിക്ക് ഇട്ടിട്ട് തന്നെ എളുപ്പവഴിയാന്ന് പറഞ്ഞിട്ട് ഇതിൽ മധ്യമകർമ്മം ചെയ്യാൻ പറ്റുമോ? അത് പറ്റില്ല. ഇത് സാത്വികമായിട്ടുള്ള കർമ്മങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ് സ്വസ്തിക്ക്.
മറ്റുള്ള കർമ്മങ്ങൾക്ക് മദ്യമാംസമൊക്കെ വെച്ച് ചെയ്യുന്നതിന് ഇത് ഉപയോഗിക്കാൻ പാടില്ല. അതിന് ഭദ്രകാളിക്കാണെങ്കിൽ 16 അടിക്ക് കളം കിട്ടുക. 16 അടി എന്ന് പറഞ്ഞാൽ അടി ഉള്ള കണക്കല്ല, 16 കള്ളിയിലുള്ള കളമുണ്ട് ഭദ്രകാളിക്ക്. അതിന് ഭുവനേശ്വരിക്കായാലും ശരി, അതുപോലെ വീരഭദ്രനെ, അവർക്കൊക്കെ ഈ കളടാം 16 കളട്ടിട്ട് കർമ്മം ചെയ്യാം. അതുമാതിരി ചാത്തന്മാർക്ക് 9 അടിക്ക് കള കെട്ടിയിട്ട് കൊടുക്കാം. ഗുരുക്കന്മാർക്കും അതേപോലെ തന്നെ ഗുളികനും പ്രേതാദികളടക്കമുള്ളവർക്ക് 5 അടിക്ക് കളം കെട്ടിയിട്ട് കർമ്മം ചെയ്യാം. അപ്പൊ ഈ കളത്തിൽ ഈ 9, 5, 16 ചെയ്യുന്നതിൽ അതിൽ മദ്യോ മാംസോ എന്തൊക്കെ വെച്ചിട്ട് കർമ്മം ചെയ്യാം, കല്ലുന്നോടൊക്കെ വെച്ചിട്ട്. സ്വസ്തിക്കിട്ട് ചെയ്യുന്നതിൽ അതിൽ ഈ സംഗതിയിലും പാടില്ല. അത് അറിയാത്തവർ ചിലപ്പോൾ എന്തെങ്കിലും ചെയ്ത് പോവും. അപ്പൊ അത് അറിയാതെ ഇരിക്കരുത്, മനസ്സിലാക്കുക. അപ്പൊ സ്വസ്തിക്ക് അതിന്റെ ആവശ്യം കഴിഞ്ഞാൽ അത് മാറ്റുക, ദേവൻ ഉദ്ദേശിച്ചു വിടുക. ഇവിടെ 16 അടിക്കോ 9 അടിക്കോ 5 അടിക്കോ കളം കെട്ടിയിട്ട് അതിൽ തവിട് വെച്ച് അരിനെല്ലും ഇല വെച്ച് അരിനെല്ലും വെച്ച് അതിൻ്റെ മീതെ തവിട് വെച്ച് തിരി വെച്ചിട്ട് ഏതാണ് ദേവന്റെ ചില മന്ത്രങ്ങൾ കാളിയൊക്കെ മന്ത്രം ചൊല്ലി എന്നിട്ട് കോഴീനെ കർമ്മം ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ള കളത്തിലൊക്കെ കർമ്മം ചെയ്യാവർക്ക്. അതേപോലെ തന്നെ ഇപ്പൊ ഒരു പ്രതിഷ്ഠ സങ്കല്പത്തിലാണ്, പ്രതിഷ്ഠ ഇല്ല, പ്രതിഷ്ഠ ഉള്ളത് ഇപ്പൊ ഒരു ദേവിക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ ചാത്തനോ അല്ലെങ്കിൽ ഹനുമാൻ സ്വാമിക്കോ മറ്റവർക്ക് ഒരു കർമ്മം ചെയ്യണമെന്ന് വെച്ചെങ്കിൽ ഈ സ്വസ്തിക്ക് ഇട്ടിട്ടാണ് അതിലെ മൂർത്തികളെ ആവാഹിച്ചിട്ട് അവർക്ക് കർമ്മം കൊടുക്കുക, എന്നിട്ട് ഉദ്ദേശിക്കുക. അപ്പോ ഈ സ്വസ്തിക്ക് എന്ന് പറഞ്ഞാൽ വലിയ എല്ലാ തരം പൽപ്പത്തിനും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഇതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇതിട്ടാലും ഇതിലേക്ക് മദ്യോ മാംസോ കള്ളോ അകൃതിയോ ഒന്നും ഇതിലേക്ക് കൂട്ടി തുടിക്കാനായിട്ട് പാടില്ല. ഇങ്ങനെ അറിയാത്തവര് ഒരുപാടുണ്ടായിരിക്കാം. അറിയാത്തവർക്ക് അറിയാനാണ് ഇപ്പോൾ പറയുന്നത്. അറിയുന്നവരും ഒരുപാടുണ്ടായിരിക്കും. ഇപ്പോൾ ഒരുവിധ ആളുകളൊക്കെ കർമ്മങ്ങൾ പഠിക്കുന്നവരാണ്, ഉണ്ട്. താന്ത്രികമായിട്ടുള്ള കർമ്മങ്ങൾ പഠിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ അവർക്കൊക്കെ ഇതിനെക്കുറിച്ച് ഏകദേശം അറിയാം. എങ്കിലും ഇത് അറിയാത്തവർക്കോ കാണാത്തവർക്കോ കേൾക്കാത്തവർക്കോ ഈ വീഡിയോ കാണുക വെച്ചെങ്കിൽ അത് അവർക്കൊരു അറിവായി മാറട്ടെ. അപ്പൊ സ്വസ്തിക്ക് വരച്ചിട്ട് അവർക്ക് പൂജയ്ക്ക് ഏതൊരു തരം പൂജയ്ക്കാലും ഏത് മൂർത്തികളും അവർക്ക് ആവാഹിക്കാം. എന്നാൽ അത് മദ്യം മാംസമൊക്കെ വെച്ച് ചെയ്യുന്ന കർമ്മത്തിനാണെങ്കിൽ സ്വസ്തിക്ക് ഉപയോഗിക്കാൻ പാടില്ല. അതിനെ 16 അടിക്കോ 9 അടിക്കോ 5 അടിക്കോ കളം കെട്ടിയിട്ട് അവർക്ക് കർമ്മം കൊടുക്കാം. ഇനി കളം കെട്ടാൻ അറിയില്ല വെച്ചെങ്കിൽ വെറും നാക്കിലേല് ഒരു സ്വല്പം കുരുതി വെള്ളമൊക്കെ തെളിച്ച് അതിൽ കുറച്ച് അരിനെല്ലും വെച്ച് തവിട് ഇടുക, എന്നിട്ട് അതിൽ തിരി കത്തിച്ച് വെച്ചതിന് ശേഷം ദേവിക്കാണെങ്കിൽ ഭദ്രകാളിയുടെ മന്ത്രമൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ ഭദ്രകാളിനെ സ്മരിച്ചിട്ട് ആ പേരും പറഞ്ഞിട്ട് ഒരു കൂട്ട തിരി കത്തിച്ച് വെച്ചിട്ട് തിരിമിലിക്ക് നനയ്ക്കാതെ കള്ള് കുരുതി കോഴി ബ്രാൻഡി ഉണ്ടെങ്കിൽ അതും വെച്ചിട്ട് ഒരു കർമ്മം കൊടുക്കുക. അപ്പം ഇങ്ങനെ കൊടുക്കുന്ന കർമ്മം അവർക്ക് സന്തോഷത്തോടുകൂടി അനുഭവിക്കാൻ പറ്റും. ഇങ്ങനെ നമ്മൾ കൊടുക്കുമ്പോൾ അവരുടെ ആ ദുരിതങ്ങൾ തീർന്ന് അല്ലെങ്കിൽ ആ വിശപ്പ് മാറി അടുത്തൊരു വർഷം വരെ അവർ വളരെയധികം ശക്തി ചൈതന്യത്തോട് കൂടിയിട്ടാണ് അവിടെ നിൽക്കുക. അപ്പം ഇങ്ങനെ കളം കെട്ടിയെന്ന് വിചാരിക്കാം. ഈ കളം കെട്ടിയിട്ട് അതിൽ ഞാൻ പറഞ്ഞ പോലെ പീഠമൊക്കെ വിരിച്ചതിന് ശേഷം ഭദ്രകാളിക്കാണ് കർമ്മം ചെയ്യുന്നത് വെച്ചെങ്കിൽ ആ ഭദ്രകാളിയുടെ മന്ത്രങ്ങൾ ചൊല്ലിയിട്ട് ഋഷി ചന്ത ദേവത ഋഷി ഛന്ദസ് ദേവത ഇതിനൊക്കെ പറഞ്ഞ് മന്ത്രങ്ങൾ ചൊല്ലുക, പഞ്ചാർച്ചന പൂജ കഴിക്കുക. ആ പഞ്ചാർച്ചന പൂജ കഴിച്ചിട്ട് നിവേദിക്കുക. അപ്പോൾ ദേവനെ കുടി വെച്ചിട്ടുള്ളത് വെച്ചെങ്കിൽ അതിനെ നേരിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ കളം കെട്ടിയിട്ട് കൊടുക്കുക. സങ്കല്പത്തിലാണ് വെച്ചെങ്കിലും കളം കെട്ടിയിട്ട് തന്നെ കർമ്മങ്ങൾ ചെയ്യുക. കോഴി നറുക്കണ്ടെങ്കിൽ കോഴി നറുക്കുക, അല്ലെങ്കിൽ കോഴി നറുക്കണ്ട കോഴീനെ പിടിച്ചിട്ട് അതിൻ്റെ തൂവലെടുത്തിട്ട് സങ്കല്പിച്ചിട്ട് അങ്ങനെ ഇടുന്നവരുണ്ട്. ചിലവർ അതിൻ്റെ നഖം ഇട്ടിട്ട് ചോര കൊടുക്കുന്നവരുണ്ട്. സ്വസ്തിക്കിലേക്കല്ല കേട്ടാ, 16, 9, 5 അത് ഉഗ്രരൂപിണിയായിരിക്കുന്ന ചൊവ്വ ഭഗവതിക്ക് സങ്കല്പിച്ചിട്ടാണ് കൊടുക്കുക. അപ്പൊ 16 അടിക്ക് കളം കെട്ടിയിട്ട് അതിൽ അരി നെല്ല് തവിട് വെച്ച് ഗുരുതി കള്ള് ബ്രാൻഡിയോട് കൂടി കർമ്മം ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടെ സ്വസ്തിക്ക് വരച്ചിട്ട് അതിൽ മറ്റേ പീഠം വെച്ച് ദർഭ കൊണ്ട് വിരിച്ച് തുണി വിരിച്ച് അല്ലെങ്കിൽ മുണ്ട് അലക്കിയ മുണ്ടോ അല്ലെങ്കിൽ പുത്തമുണ്ട് വെള്ളമൊക്കെ തെളിച്ച് ശുദ്ധിയാക്കിയത് വെച്ചിട്ട് അലക്കിയ മുണ്ടാണ് പറയുക. അല്ലെങ്കിൽ ഉള്ളത് വെച്ചതിന് ശേഷം ഇപ്പോൾ ഈ നറുക്കും മറ്റേ അരി നെല്ലൊക്കെ വെച്ചു നാളികേരം വെച്ചു മൂർത്തിനെ ആവാഹിച്ചു. ആ മൂർത്തിനെ ആവാഹിക്കുമ്പോൾ ഇവിടെ സമർപ്പിക്കുക അവലോ മലരോ അല്ലെങ്കിൽ പായസോ, ശർക്കര പായസോ പാൽപ്പായസോ അല്ലെങ്കിൽ വെള്ള നിവേദ്യമോ ആണ് സ്വസ്തിക്ക് വെച്ചിട്ട് കർമ്മം ചെയ്യുമ്പോൾ അതിൽ നിവേദിക്കുക. കാരണം ഇത് മധ്യമകർമ്മത്തിനുള്ള കളല്ല, പൽപ്പമല്ല.
എന്നാൽ ഇവിടെയാ ഈ ഭദ്രകാളിക്ക് കർമ്മം ചെയ്യുമ്പോൾ ചിലപ്പോൾ പായസം, കടുംപായസം, ഇരട്ടി പായസമൊക്കെ വെക്കും. 16 അടിക്ക് കളം ചെയ്യുമ്പോൾ പായസം വെക്കും. എങ്കിലും കൂടുതൽ മദ്യം, മാംസം, ഗുരുതി ഇതൊക്കെ വെച്ചിട്ടാണ് അവർ മറ്റുള്ള കർമ്മങ്ങൾ ചെയ്യുക. കാളിക്കോ, ചാത്തൻ സ്വാമിക്കോ, വിഷ്ണുമായിക്കോ, ദേവിക്കോ, മറ്റേ കരിങ്കുട്ടിക്കോ, പറക്കുട്ടിക്കോ, ഗുളികനോ, ഭൈരവനോ, ഭുവനേശ്വരിക്കോ ആർക്കായാലും മദ്യ മാംസം വെച്ചിട്ടൊക്കെയുള്ള കർമ്മങ്ങൾ ചെയ്യും. തിരിച്ച് ഇവിടെ ആകുമ്പോഴോ സ്വസ്തിക്കിൽ അത് ഉത്തമത്തുള്ള കർമ്മങ്ങളെ ചെയ്യുള്ളൂ. അതിൽ അവല് മലര്, അല്ലെങ്കിൽ ഈ പാൽക്കഞ്ഞി, അല്ലെങ്കിൽ പാൽപ്പായസം, ശർക്കര പായസം, ഇരട്ടി പായസം, ഇതൊക്കെയാണ് ഇവിടെ സ്വസ്തിക്കിൽ കർമ്മം ചെയ്യുമ്പോൾ നീതിക്കുക. അല്ലെങ്കിൽ അവല് മലര്, ശർക്കര പഴം, കൽക്കണ്ടം, മുന്തിരി ഇത്യാദികളൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഉത്തമത്തിൽ കർമ്മം ചെയ്യണതിന് അതിൻ്റെതായ ഗുണമുണ്ട്. മധ്യമത്തിലെ കർമ്മം ചെയ്യണമെന്ന് വെച്ചാൽ അതിൻ്റെതായ ഗുണം ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് ഇന്ന് പലർക്കും ഈ കർമ്മം ചെയ്യാനായിട്ട് അറിയണില്ല. കോഴീനെ കർമ്മം ചെയ്യാനായിട്ട് അറിയണില്ല. അവരെന്ത് ചെയ്യണം എന്നുള്ള ഒരു രൂപമില്ല. ചിലർ 2 ആളൊക്കെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് വലിച്ച് അവനെ കൈകാര്യം, ചിലവർ ചിറകൊക്കെ കൂട്ടി വെച്ചിട്ട് ചെയ്യുന്നവരുണ്ടാവും, ചിലവർ കയ്യും കാലും ചിറകൊക്കെ കൂട്ടി ചവിട്ടി പിടിച്ചിട്ട് ചെയ്യുന്നവരുണ്ടാവും. അങ്ങനെ പലതരത്തിലും കർമ്മങ്ങൾ കൊടുക്കുന്നവരുണ്ട്. അപ്പോൾ ഇതിനനുസരിച്ച് കർമ്മം കൊടുക്കാൻ മാനസികമായിട്ടുള്ള വിഷമം കാരണമാണ് അധികം ആളുകളും ഈ കർമ്മം ചെയ്യാത്തത്. അപ്പം ഇങ്ങനെ കർമ്മം ചെയ്യണമെങ്കിൽ അതിൻ്റെതായ കാര്യങ്ങളുണ്ട്, അതും കൂടി അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ ഭദ്രകാളിക്ക് കർമ്മം കൊടുക്കുമ്പോൾ അതിൻ്റെ ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. അതിനനുസരിച്ച് വേണം കർമ്മം കൊടുക്കാനായിട്ട്. ആ കർമ്മം കൊടുത്തു കഴിഞ്ഞാൽ, ഭദ്രകാളിക്കും അതേപോലെ അവർക്ക് കർമ്മം കൊടുത്തു കഴിഞ്ഞാൽ അത് കുറെ കഴിഞ്ഞാൽ മറ്റേ കളം മടക്കേണ്ട ആ സമയമായി കഴിഞ്ഞാൽ കർമ്മങ്ങൾ കൊടുത്തു, എല്ലാവരും സന്തോഷിപ്പിച്ചു, അല്ല ദേവിയുടെ സാന്നിധ്യം ഉണ്ടായി അവിടെ. അതൊക്കെ കഴിഞ്ഞ് ഇതിലേക്ക് ഗുരുദീനെ സമർപ്പിക്കുക. അതിൽ മുന്നേ ഒന്നും കൂടി കർമ്മം കൊടുത്തിട്ട്, അപ്പോൾ ഈ കർമ്മം കൊടുത്തതിന് ശേഷം ആ കളത്തിലേക്ക് ഒരു തിരി നന്നായിട്ട് കത്തിച്ച് വെച്ച് അതിൽ പന്തം കത്തിച്ച് വെച്ചിട്ട് ഈ ഗുരുദീനെ അതിലേക്ക് തർപ്പണം ചെയ്ത് അങ്ങനെ കമഴ്ത്തുക. അപ്പോഴാണ് ആ കർമ്മം ചെയ്തിട്ടുള്ള പൂർത്തീകരണം ആവുക. അതും ഉത്തമത്തിലുള്ള കർമ്മത്തിനല്ല കേട്ടോ, മധ്യമത്തിലുള്ള കർമ്മത്തിന്. ഉത്തമത്തിനുള്ള കർമ്മത്തിന് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ സ്വസ്തികിടുക, അതിന് പീഠം വയ്ക്കുക, ഏതാ മൂർത്തി ആ മൂർത്തിനെ ആവാഹിക്കുക, പഞ്ചാർച്ചന പൂജ ചെയ്യുക, നിവേദ്യം വയ്ക്കുക, എന്നിട്ട് ശുദ്ധിയാക്കുക. അത്തരം കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഈ 2 കളം രണ്ടും തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ സ്വസ്തിക്ക് ഇട്ടിട്ട് മദ്യം ഉപയോഗിക്കരുത്. 16 അടിക്കുള്ള ഇട്ടിട്ട് ശിവനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കും ചെയ്യരുത്. അപ്പോൾ ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.